ഹായ് ഫ്രണ്ട്സ്, ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷനോടനുബന്ധിച്ച് അതിൻ്റെ ടൈപ്സിൽ വരുന്ന ഗ്രൂപ്പ് ഇൻട്രാക്റ്റീവ് സെഷൻ നമ്മൾ ചർച്ച ചെയ്ത് വെച്ചതാണ്. ആ ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഇൻട്രൊഡക്ഷൻ ഏരിയ ആയിട്ടുള്ള കോൺസെപ്റ്റ്, അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഈ കാര്യങ്ങളും അതിനോടനുബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുകൂടാതെ തന്നെ ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷനിലെ ഫസ്റ്റ് വൺ ഗ്രൂപ്പ് ഇൻട്രാക്റ്റീവ് സെഷൻസ്. ഈ ഗ്രൂപ്പ് ഇൻട്രാക്റ്റീവ് സെഷൻ എന്ന് പറയുന്നത് കുട്ടികളിൽ ഒരു കോമ്പിറ്റൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സെഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. എന്നാൽ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഇൻവോൾവിംഗ് ടീം വർക്ക് എന്നുള്ളത് ഒരു കൊളാബറേറ്റീവ് ലേണിംഗ് അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് ലേണിംഗ് ആയിരിക്കും നടത്തുക. അതിൽ എന്തുണ്ടാവില്ല, ഒരു കോമ്പിറ്റൻസ് കുട്ടികളിൽ വളർന്നു വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് എന്നുള്ളതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടതാണ്. ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ഗ്രൂപ്പ് ഇൻട്രാക്റ്റീവ് സെഷൻസ് എന്തൊക്കെയാണ്, ആ ഗ്രൂപ്പ് ഇൻട്രാക്റ്റീവ് സെഷൻസിൻ്റെ ഡിഫറെൻറ്റ് ഫേസസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് എക്സ്പ്ലെയിൻ ദ കോപ്പറേറ്റീവ് ലേണിംഗ് മെത്തേഡ്. ഈ കോപ്പറേറ്റീവ് ലേണിംഗ് മെത്തേഡിനെ തന്നെയാണ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഇൻവോൾവിംഗ് ടീം വർക്ക് എന്ന് പറയുന്നത്. സോ എന്താണ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഇൻവോൾവിംഗ് ടീം വർക്ക് എന്ന് പറയുന്നത്? In order to develop in students the skill of cooperation, belongingness and team spirit, and to reduce individual competition amongst them, you should adopt cooperative learning method. അപ്പോൾ ഈ കുട്ടികളിൽ ഒരു ഇൻഡിവിജ്വൽ കോമ്പറ്റീഷൻ, കുട്ടികളിലുള്ള ഇൻഡിവിജ്വൽ കോമ്പറ്റീഷൻ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് കുട്ടികൾ കൊടുക്കേണ്ടതെങ്കിൽ നമുക്ക് എന്ത് സെലക്ട് ചെയ്യാം? ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഇൻവോൾവിംഗ് ടീം വർക്ക് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ലേണിംഗ് മെത്തേഡ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് എന്താണ് കോപ്പറേറ്റീവ് ലേണിംഗ് മെത്തേഡ്. കോപ്പറേറ്റീവ് ലേണിംഗ് ഈസ് നോട്ട് ഇൻഡിവിജ്വൽ ലേണിംഗ് ബട്ട് ഗ്രൂപ്പ് ഓർ പിയർ ലേണിംഗ്. അത് പിയർ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾ തമ്മിൽ പരസ്പരം നടത്തുന്ന പഠനത്തെയാണ് പിയർ ലേണിംഗ് എന്ന് പറയുന്നത്. ഇൻ കോപ്പറേറ്റീവ് ലേണിംഗ് സ്റ്റുഡൻസ് വർക്ക് ടുഗദർ ടു അച്ചീവ് എ കോമൺ ഗോൾ. ആ ഗ്രൂപ്പിന് ഒരു കോമൺ ഗോൾ ഉണ്ടാവും. ആ കോമൺ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സും ഒരുമിച്ച് വേണ്ടി പ്രയത്നിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അത് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, അപ്പുറത്തെ പ്രോസസ്സിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അവരും രണ്ടാമത്തെ കുട്ടിയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ മൂന്നാമതേലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നു, അവരിൽ ഇടയിലൊരു കോപ്പറേഷൻ ഡെവലപ്പ് ചെയ്യുന്നു, ഒരു സഹകരണം ഡെവലപ്പ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഒരു കൊളാബറേഷൻ അവർക്കിടയിൽ നടക്കുന്നു. അപ്പോൾ ഒരു കുട്ടിക്ക് സമമായിട്ടുള്ള വർക്ക് മറ്റേ കുട്ടി ഏറ്റെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് നടക്കുന്നില്ല, കോമ്പറ്റീഷൻ നടക്കുന്നില്ല. മറിച്ച് ആ കുട്ടിയെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മറ്റെല്ലാവരും കൂടി ഹെൽപ്പ് കൂടി ചെയ്യുന്നു. എന്നിട്ട് ആ കുട്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു എന്നതിന് ശേഷം അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നു. അങ്ങനെ ഘട്ടം കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ ഒരുമിച്ചായിരിക്കും ഓരോ ഘട്ടവും എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ടാവും, കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ആകുമ്പോൾ ആ കുട്ടികൾ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നു, അതേപോലെ തന്നെ ഒരു കോപ്പറേഷൻ ഉണ്ടാവുന്നു, അതേപോലെ തന്നെ നല്ല എൻ്റേത് തന്നെയാണ് ഈ ഒരു പ്രൊജക്റ്റ്, നമ്മൾ ഒന്നാണെങ്കിലും അത് എൻ്റേത് കൂടിയാണെന്നുള്ളൊരു ബിലോങ്ങിങ്നെസ് ഉണ്ടാവുന്നു, ടീം സ്പിരിറ്റ് ഉണ്ടാവുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ കോപ്പറേറ്റീവ് ലേണിംഗിൽ ഓർഗനൈസിംഗ് കോപ്പറേറ്റീവ് ലേണിംഗ് യു ഷുഡ് എൻഷുർ ദാറ്റ് സ്റ്റുഡൻസ് വർക്ക് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഈച്ച് ഗ്രൂപ്പ് മെമ്പേഴ്സ് വർക്ക്സ് ഇൻ എ കോപ്പറേറ്റീവ് മാനർ ടു അച്ചീവ് ദ കോമൺ ഗോൾ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഓർഗനൈസിംഗ് കോപ്പറേറ്റീവ് ലേണിംഗ് എന്നുള്ളതിൻ്റെ കുറച്ചൊരു 4 പ്രോസസ്സുകൾ എടുത്ത് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഫോർമേഷൻ ഓഫ് ഗ്രൂപ്പ്സ്, സെക്കൻഡ് വൺ പ്രിപ്പറേഷൻ ഓഫ് കോപ്പറേറ്റീവ് ലേണിംഗ് ഷീറ്റ്സ്, ദെൻ തേർഡ് വൺ ഓറിയൻറ്റേഷൻ ടു ദി സ്റ്റുഡൻസ്, ദെൻ ഫോർത്ത് വൺ കണ്ടക്ടിങ് ദ കോപ്പറേറ്റീവ് ലേണിംഗ് സെഷൻ. ഓക്കെ, ഇങ്ങനെ ആദ്യം ഫസ്റ്റ് ഗ്രൂപ്പ് ഫോം ചെയ്യുക. രണ്ടാമത് എന്ത് ചെയ്യണം, ഓരോ കുട്ടികൾക്കും കൊടുക്കുന്ന വർക്കുകൾ അല്ലെങ്കിൽ ടാർഗറ്റ് അതെന്താണെന്നുള്ളത് ഷീറ്റിൽ മെൻഷൻ ചെയ്യണം. എന്നിട്ട് അതിന് ശേഷം മൊത്തത്തിലുള്ള ഒരു ഓറിയൻറ്റേഷൻ കുട്ടികൾക്ക് കൊടുക്കണം. എന്നിട്ട് അത് എന്ത് ചെയ്യണം, കണ്ടക്ട് ചെയ്യണം അല്ലെങ്കിൽ അത് നടത്തണം. അപ്പോൾ അത്രയും പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്, ഈ ഒരു കോപ്പറേറ്റീവ് ലേണിംഗ് അവിടെ നടപ്പിലാവുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ കോപ്പറേറ്റീവ് ലേണിങ്ങിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് കൂടി നമുക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റും. നിങ്ങൾക്ക് ഈ നോട്ടൊന്ന് വായിച്ച് നോക്കിയിട്ട് അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ നോക്കുക, ഇൻ കോപ്പറേറ്റീവ് ലേണിംഗ് ആൻഡ് ഇൻഫോർമൽ സിറ്റുവേഷൻ ഈസ് ക്രിയേറ്റഡ് ബേസ്ഡ് ഓൺ മ്യൂച്വൽ ഡിപ്പെൻഡൻസ്, ഫീലിംഗ് ഓഫ് ബീയിങ് ആക്സെപ്റ്റഡ്, ലൈക്ഡ് ആൻഡ് സപ്പോർട്ടഡ് ബൈ ഫെലോ സ്റ്റുഡൻസ്. അവരുടെ കൂട്ടത്തിലുള്ള കുട്ടികൾക്ക് പരസ്പരം ഫീലിംഗ് ഉണ്ടാവുന്നു, അതേപോലെ തന്നെ ഒരുമിച്ച് അത് ആക്സെപ്റ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഡിപ്പെൻഡൻസ് ഉണ്ടാവുന്നു, പിന്നെ അതേപോലെ തന്നെ സപ്പോർട്ടിങ് മെൻറ്റാലിറ്റി ഉണ്ടാവുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിലൂടെ ഡെവലപ്പ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ആ അഡ്വാൻറ്റേജസ് ഒന്ന് വായിച്ച് നോക്കാൻ ഞാൻ നോട്ട് ഇതിനോടനുബന്ധിച്ച് തരികയും ചെയ്യാം.
ദെൻ നെക്സ്റ്റ് പാർട്ടാണ് ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യം അഡീഷണൽ ആയിട്ട് വരുന്ന രണ്ട് കാര്യമാണ്. ഒന്ന് ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷനും വരുന്നുണ്ട്, മറ്റൊന്ന് ഗ്രൂപ്പ് പ്രൊജക്ട്സും വരുന്നുണ്ട്. ഈ ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് അറിയാത്ത മേഖലകൾ ഉണ്ടെങ്കിൽ കുട്ടികൾ സ്വമേധയാ പോയിട്ട് അതിനെക്കുറിച്ച് കണ്ടെത്തി പഠിക്കുന്നതിനെയാണ് ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അറ്റ് ദി സ്കൂൾ സ്റ്റേജ് certain topics are such which raise doubts and questions in the mind of the students and for those who do not find answers in the text books. കുട്ടികൾക്ക് ആ ഡൗട്ട്സ് ചിലപ്പോൾ ഒരു പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കണ്ടെത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല, എന്നാലും കുട്ടികൾ ചില ഡൗട്ട്സുകൾ ഉണ്ടാവുന്നു. അപ്പോൾ ഡൗട്ടുകൾ വരുന്ന സമയത്ത് അവർ അന്വേഷിച്ച് കണ്ടെത്തുന്നതിനെയാണെന്ന് പറയുന്നത് ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ടു ആൻസർ സച്ച് ക്വസ്റ്റ്യൻസ് റിക്വയർസ് ഇൻവെസ്റ്റിഗേഷൻ ടു ദി ഫിനോമിനൻ. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഈ ഓർഗനൈസിങ് എ ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷനിൽ ചില ഓർഗനൈസേഷൻസ് വരുന്നുണ്ട്, അതിൻ്റെ സ്റ്റെപ്സുകൾ വരുന്നുണ്ട്, അതിൻ്റെ പ്രോസസ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ പ്രോസസ്സുകൾ അല്ലെങ്കിൽ ആ സ്റ്റെപ്പുകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഏതിൽ വരുന്നതാണ് ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷനിൽ വരുന്ന സ്റ്റെപ്സുകൾ അല്ലെങ്കിൽ പ്രോസസ്സുകൾ ഏതൊക്കെയാണ്. ഫസ്റ്റ് വൺ സെലക്ഷൻ ഓഫ് പ്രോബ്ലം, സെക്കൻഡ് വൺ കോപ്പറേറ്റീവ് പ്ലാനിങ്, തേർഡ് വൺ ഇംപ്ലിമെൻറ്റേഷൻ, ഫോർത്ത് വൺ അനാലിസിസ് ആൻഡ് സിന്തസിസ്, ഫിഫ്ത്ത് വൺ പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട് ആൻഡ് പ്രസൻറ്റേഷൻ, ദെൻ ലാസ്റ്റ് വൺ ഇവാലുവേഷൻ. അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് വർക്ക് കൊടുക്കുക വഴി ആ ഗ്രൂപ്പിൽ തന്നെ ചില ഡൗട്ട്സുകൾ ഉണ്ടാവുന്നു. അപ്പോൾ ആ ഡൗട്ട്സുകൾ ഒരു പക്ഷേ എല്ലാ കുട്ടികളും ഒരുമിച്ചായിരിക്കും പോയിട്ട് കണ്ടെത്തുക. അപ്പോൾ ഒരുമിച്ച് പോയിട്ട് കണ്ടെത്തി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടെത്തുന്നതിനെയാണെന്ന് പറയുന്നത് ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ ഫോം ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രോസസ്സുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത്. ഒന്ന് സെലക്ഷൻ ഓഫ് പ്രോബ്ലം, ആദ്യം പ്രോബ്ലം ഏതാണ് അല്ലെങ്കിൽ ആ ഡൗട്ട് എന്താണെന്ന് കണ്ടെത്തുക. രണ്ടാമത് കോപ്പറേറ്റീവ് പ്ലാനിങ് നടത്തുക, അതായത് ഞാൻ ഇന്നത് നോക്കാം, നീ ഇന്നത് നോക്ക്, നീ അത് നോക്ക് എന്നുള്ള രീതിയിൽ ഒരു കോപ്പറേറ്റീവ് പ്ലാനിങ് നടത്തുക. മൂന്നാമത്തത് ഇംപ്ലിമെൻറ്റേഷൻ, അത് എല്ലാവരും പോയിട്ട് അന്വേഷിച്ച് കണ്ടെത്തുക. നാലാമത്തത് അത് കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടി അനലൈസ് ചെയ്യുക, എന്നിട്ട് അതിനെ കൂട്ടിച്ചേർക്കുക. നമ്മൾ ആ ഗ്രൂപ്പ് വർക്കിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് സിന്തസൈസ് ചെയ്യുക, കൂട്ടിച്ചേർക്കുക. പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട് ആൻഡ് പ്രസൻറ്റേഷൻ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിന് ഇവാലുവേഷൻ നടത്തുകയും ചെയ്യുന്നു. ഇതിനെയാണ് ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ, ഓർഗനൈസിങ് എ ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് തന്നെയാണ് ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഞാൻ നോട്ട് തരുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് സെലക്ഷൻ ഓഫ് പ്രോബ്ലം, കോപ്പറേറ്റീവ് പ്ലാനിങ്, പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ, അനാലിസിസ് ആൻഡ് സിന്തസിസ്, പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട് ആൻഡ് പ്രസൻറ്റേഷൻ, ദെൻ ലാസ്റ്റ് വൺ ഇവാലുവേഷൻ. ദെൻ ഈ ഏരിയയിലെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രൂപ്പ് പ്രൊജക്ട്സ് ആണ്. ഈ ഗ്രൂപ്പ് പ്രൊജക്ട്സും ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷനും രണ്ടായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. യു ഹാവ് സ്റ്റഡീഡ് ഇൻ ദ പ്രൊസീഡിംഗ് സബ്സെക്ഷൻസ് about group investigation as a group controlled method of learning. In some situations, group investigation may be a project work. Thus, project work is a broader concept which includes investigation or any other activity which may be completed in it. അതായത് ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷനിൽ ചില ടോപ്പിക്കുകൾ, ചില പ്രോബ്ലംസ് അതൊരു പക്ഷേ സബ് പ്രൊജക്റ്റുകളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സബ് പ്രൊജക്റ്റുകളാണെങ്കിൽ അതിനൊരു സെപ്പറേറ്റ് പ്രൊജക്റ്റ് പ്ലാൻ തന്നെ നമുക്കുണ്ടാവണം. അതിനെയാണ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് പ്രൊജക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള കുട്ടികൾ അതിന് സെപ്പറേറ്റ് പ്രൊജക്ട്സുകൾ ഉണ്ടാക്കി അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോൾ അത്തരത്തിലുള്ള പ്രൊജക്റ്റുകളുടെ എക്സാമ്പിളുകളാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ആക്ടിവിറ്റീസ് പ്രസൻറ്റഡ് ബിലോ ക്യാൻ ബി ടേക്കൺ അപ്പ് ആസ് ഗ്രൂപ്പ് പ്രൊജക്ട്സ്. ഉദാഹരണത്തിന് നമ്മളൊരു കൂട്ടം വീടുകളെ കുറിച്ചുള്ള പഠനമാണ് നടത്തുന്നതെങ്കിൽ അപ്പോൾ കുറേ വീടുകളെക്കുറിച്ച് നമ്മൾ പഠനം നടത്തുമ്പോൾ ആ വീടുകളെല്ലാം ഒരു ഏരിയയിലുള്ളതുമാണെങ്കിൽ അതൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ആ ഗ്രൂപ്പ് ആ ഒരു ഏരിയയിലുള്ള അല്ലെങ്കിൽ ആ ഒരു റീജിയനിലുള്ള മൊത്തം വീടുകളെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ അതൊരു പ്രൊജക്റ്റ് വർക്കായി മാറും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു പ്രൊജക്റ്റ് വർക്കായി വരുമ്പോൾ ടൈം നന്നായിട്ട് വേണ്ടിയതായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിനൊരു പ്രത്യേകമായിട്ടൊരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുകയും വേണം. മോഡൽസ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേറ്ററിനെ കുറിച്ചുള്ള പഠനം, മോഡൽസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാംസ്, അപ്പോൾ അതിൻ്റെ മോഡൽ ഉണ്ടാക്കുക, അതേപോലെ തന്നെ മോഡൽ വിസിറ്റ് ചെയ്യുക, അത്തരത്തിലുള്ള പല ഡാമുകളെ വിസിറ്റ് ചെയ്യുക, കാര്യങ്ങൾ പഠിക്കുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് ഈ ഗ്രൂപ്പ് പ്രൊജക്ട്സുകൾ എന്ന് പറയുന്നത്. പ്ലാന്റേഷൻ ആൻഡ് കെയർ ഓഫ് ഹൗസ് ഹോൾഡ് പ്ലാന്റ്സ്, അതേപോലെ തന്നെ മാർക്കറ്റ് സർവേസ്, ഇതൊക്കെ എന്താണ് ഒരു സെപ്പറേറ്റ് ഒരു പ്രൊജക്റ്റ് വർക്കായിട്ട് വരും. ഓക്കെ,
ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വർക്കുകളെ ഒരു ഗ്രൂപ്പ് പ്രൊജക്റ്റുകളായിട്ട് ഗ്രൂപ്പ് പ്രൊജക്റ്റിൻ്റെ അണ്ടറിൽ ഉൾപ്പെടുത്തുന്നത്. ദെൻ സ്റ്റെപ്സ് ഇൻ എ ഗ്രൂപ്പ് പ്രൊജക്ട്സ്: 1 ഫോർമേഷൻ ഓഫ് ഗ്രൂപ്പ്, 2 പ്രപ്പോസിങ്, 3 പ്ലാനിങ്, 4 ഇംപ്ലിമെൻറ്റേഷൻ, ദെൻ ലാസ്റ്റ് 1 ഇവാലുവേഷന്. ഈ ഫോർമേഷൻ ഓഫ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡഡ് ഇൻ ടു സ്മോൾ ഗ്രൂപ്പ്സ് ഓഫ് 5 to 7. ഓക്കെ, പ്രപ്പോസിങ് വാട്ട് ഈസ് ടു ബി ഡൺ, എന്താണ് ചെയ്യേണ്ടത് അത് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്, അതിനെ വ്യക്തമായ ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ദെൻ അതിനുശേഷം അത് ഇംപ്ലിമെൻറ്റേഷൻ മാർഗത്തിൽ എങ്ങനെയാണ് ഇത് പ്ലാനിങ് നടത്തുന്നത്, അതിൻ്റെ പ്ലാനിങ്ങുകൾ എന്തൊക്കെയാണ്, അത് എവിടെ പോകണം, എങ്ങനെ കളക്ട് ചെയ്യണം, അതിൻ്റെ മെത്തേഡ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്ലാനിങ് തയ്യാറാക്കുക. എന്നിട്ട് അത് പോയി കളക്ട് ചെയ്യുക അല്ലെങ്കിൽ അത് ചെയ്യുക, അതിനെയാണ് ഇംപ്ലിമെൻറ്റേഷൻ. ദെൻ ലാസ്റ്റ് 1 അതിനെ അനലൈസ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും സ്റ്റെപ്സുകൾ ഏതിൽ വരുന്നുണ്ട്? ഗ്രൂപ്പ് പ്രൊജക്ട്സുകളിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ്റെ ടൈപ്സുകളെ കുറിച്ചാണ്. ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷനിൽ ടൈപ്സിൽ പ്രധാനമായിട്ടും 2 ടൈപ്സുകളാണ് ഇത് എടുത്ത് പറയുന്നത്. ഗ്രൂപ്പ് ഇൻട്രാക്റ്റീവ് സെഷൻസും മറ്റൊന്ന് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഇൻവോൾവിംഗ് ടീം വർക്കുമാണ്. ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഇൻവോൾവിംഗ് ടീം വർക്കിലാണ് ഈ ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷനും ഗ്രൂപ്പ് പ്രൊജക്ട്സും വരുന്നത് എന്നുള്ളത് നിങ്ങൾ കൂടുതലായിട്ട് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ്റെ അണ്ടറിലെ സബ് പ്രൊജക്റ്റായിട്ടാണ് ഗ്രൂപ്പ് പ്രൊജക്ട്സുകൾ വരുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഇൻവോൾവിംഗ് ടീം വർക്കിൻ്റെ അണ്ടറിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന മറ്റ് 2 പോയിന്റ്സുകളാണ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷനും ഗ്രൂപ്പ് പ്രൊജക്ട്സ് എന്നുമെന്ന് പറയുന്നത്. സോ നമ്മളിവിടെ രണ്ടാമത്തെ ഏരിയയിൽ ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷനും ആ ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ്റെ കോൺസെപ്റ്റ്, ഡെഫിനിഷൻസ്, ഇമ്പോർട്ടൻസ്, ടൈപ്സുകളാണ് പരിചയപ്പെട്ടത്. അതിന് മുൻപത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷനും അതിൻ്റെ ക്ലാസിഫിക്കേഷനും മെറിറ്റ്സും പ്രിക്വേഷൻസുമാണ് പരിചയപ്പെട്ടിട്ടുള്ളത്. അതിൽ ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസ്ട്രക്ഷനിൽ പ്രധാനപ്പെട്ട 6 ടൈപ്സുകൾ നിങ്ങൾ എടുത്ത് നോട്ട് ചെയ്യുക. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പ്രത്യേകം നോട്ട് ചെയ്യുക. അതിൽ ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻസിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒന്ന് ഡിസ്ക്രൈബ് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ. ആ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടൈപ്സും അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ ഡെഫിനിഷൻസും അതിൻ്റെ കോൺസെപ്റ്റും ഒക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുകൂടാതെ തന്നെ രണ്ടാമതായിട്ട് വരുന്നത് ഈ 2 ടൈപ്സിൽ വരുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് ഗ്രൂപ്പ് ഇൻട്രാക്റ്റീവ് സെഷൻ എന്നും പറയും, ഗ്രൂപ്പ് ആക്ടിവിറ്റി ഇൻവോൾവ്ഡ് ടീം വർക്ക് എന്നും പറയും. ഓക്കെ, അപ്പോൾ ആ 2 ടൈപ്സിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. സോ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാവരും നന്നായി തന്നെ പഠിക്കുക, എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ 3ാമത്തെ യൂണിറ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്, ആക്ടിവിറ്റി ബേസ്ഡ് ആൻഡ് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ. നെക്സ്റ്റ് ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.